ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. സ്ത്രീശക്തിയുടെ ആഘോഷം കൂടിയാണ് നവരാത്രിയെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടിന്റെ ശുചിത്വം കൂട്ടായ ഉത്തരവാദിത്തമെന്നും പ്രധാനമന്ത്രി. ഉത്സവാഘോഷവേളകളിൽ തദ്ദേശീയ ഉത്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് ഖാദിയുടെ പ്രചാരം വർദ്ധിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക രാജ്ഹംസിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. വരാനിരിക്കുന്ന ഉത്സവാഘോഷവേളകളിൽ തദ്ദേശീയ ഉത്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 126 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST സേവിംഗ്സ് ഫെസ്റ്റിവൽ നടക്കുകയാണെന്നും സാധനങ്ങൾ വാങ്ങുന്ന അവസരത്തിൽ വോക്കൽ ഫോർ ലോക്കൽ എന്നത് മനസ്സിലുണ്ടാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वोकल फॉर लोकल को खरीदारी का मंत्र बना दीजिए, ठान लीजिए. हमेशा के लिए जो देश में तैयार हुआ है वही खरीदेंगे. जिसे देश के लोगों ने बनाया है वही घर ले जाएंगे. जिसमें देश के किसी नागरिक की मेहनत है उसी सामान का उपयोग करेंगे. जब हम ऐसा करते हैं तो हम सिर्फ कोई सामान नहीं खरीदते, हम किसी परिवार की उम्मीद घर लाते हैं, किसी कारीगर की मेहनत को सम्मान देते हैं, किसी युवा उद्यमी के सपनों को पंख देते हैं. സ്വദേശി ഉത്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം മുന്നേറാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നാടിന്റെ ശുചിത്വം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്സവാവസരങ്ങളിൽ വീടുകൾക്കൊപ്പം തെരുവുകളും കമ്പോളങ്ങളും വൃത്തിയാക്കണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭ്യർത്ഥിച്ചു. നവരാത്രി സ്ത്രീശക്തിയുടെ ആഘോഷം കൂടിയാണെന്ന് പ്രധാനമന്ത്രി. വിവിധ മേഖലകളിൽ ഇന്ന് വനിതകൾ മുൻനിരയിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे प्यारे देशवासियों, नवरात्रि के इस समय में हम शक्ति की उपासना करते हैं. हम नारी शक्ति का उत्सव मनाते हैं. बिजनेस से लेकर स्पोर्ट्स तक और एजुकेशन से लेकर साइंस तक आप किसी भी क्षेत्र को लीजिए, देश की बेटियां हर जगह अपना परचम लहरा रही हैं. आज वे ऐसी चुनौतियों के भी पार कर रही हैं जिनकी कल्पना तक मुश्किल है. നാവികസാഗർ പരിക്രമ സമുദ്ര പര്യവേക്ഷണ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ നാവികസേന ഉദ്യോഗസ്ഥരായ കോഴിക്കോട് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എന്നിവർ യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നവരാത്രി, ദീപാവലി ആശംസകൾ നേർന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് ഖാദിയുടെ പ്രചാരം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖാദി വിൽപ്പനയിൽ ഗണ്യമായ വർധനവുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു ഖാദി ഉത്പന്നമെങ്കിലും വാങ്ങണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. गांधी जी ने हमेशा स्वदेशी को अपनाने पर बल दिया और इनमें खादी सबसे प्रमुख थी. मैं आप सभी से आग्रह करता हूं कि 2 अक्टूबर को कोई न कोई खादी प्रोडक्ट जरूर खरीदें. गर्व से कहें ये स्वदेशी है. इसे सोशल मीडिया पर #वोकल फॉर लोकल के साथ शेयर भी करें. പ്രശസ്ത ഗായകൻ സുബീൻ ഗർഗിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. അസമീ സംസ്കാരവുമായി ആഴത്തിൽ ബന്ധമുണ്ടായിരുന്ന സുബീൻ ഗർഗിന്റെ മാസ്മരിക സംഗീതം എന്നും ഓർമ്മകളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിന്റെയും ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കറിന്റെയും ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭഗത് സിംഗിന്റെ ജീവിതം രാജ്യത്തെ യുവാക്കൾക്ക് പ്രചോദനമാണെന്ന് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ലതാ മങ്കേഷ്കർ പാടിയ ദേശഭക്തി ഗാനങ്ങൾ ഇന്നും ജനമനസ്സുകൾക്ക് ഊർജ്ജമേകുന്നതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായി വിജയ് സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. അപകടത്തിൽ 39 പേരാണ് മരിച്ചത്. 50-ലധികം പേർ ചികിത്സയിലാണ്. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജ്ഹംസിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ശശി തരൂർ എംപിക്ക് നൽകിയാണ് മുഖ്യമന്ത്രി ത്രൈമാസിക പ്രകാശനം ചെയ്തത്. ലോകഭവൻ എന്ന ആശയത്തിലേക്ക് നാം മുന്നേറുകയാണെന്നതിന്റെ തെളിവാണ് പരിപാടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിപ്രായപ്പെട്ടു.
കേരളം സാക്ഷരതയാലും പ്രബുദ്ധതയാലും അടയാളപ്പെടുത്തപ്പെടുന്ന സംസ്ഥാനമാണെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പൊതുസേവനവും സദ്ഭരണവും മുഖ്യമന്ത്രിയാക്കിയ കേന്ദ്ര സർക്കാർ അടൽ പെൻഷൻ യോജനയിലൂടെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തിയത് സംബന്ധിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ പ്രവർത്തന മേഖലയിലെ അപകട സാധ്യതയും വിരമിച്ച ശേഷമുള്ള സാമ്പത്തിക സുരക്ഷയും കണക്കിലെടുത്ത് 2015 മെയ്യിലാണ് അടൽ പെൻഷൻ യോജന ആരംഭിച്ചത്. വിരമിക്കലിനായി സ്വമേധയായുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പദ്ധതി. വാർദ്ധക്യത്തിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. 60 साल की उम्र होने के बाद आपको पेंशन मिलना शुरू हो जाएगा. सरकार उसमें पैसे डालेगी और आपको कभी बुढ़ापे में किसी के पास हाथ फहराने की नौबत नहीं आएगी. आपका बुढ़ापा भी सीख जाए. एक एक जीवन सुरक्षित बनाने के लिए किस प्रकार से काम किया जाता है, इन काम को लेकर के हम चले हैं. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയുടെ രണ്ടാം ഭാഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ S സംസാരിക്കും. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. ഏഷ്യാകപ്പിന്റെ 41 വർഷ ചരിത്രത്തിനിടെ ഇതാദ്യമായാണ് ഇരു ടീമുകളും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യ 8 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. 3ാം കിരീടം തേടിയാകും പാകിസ്ഥാൻ ഇന്ന് ഇറങ്ങുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് ലോക പേവിഷബാധ ദിനം. റാബീസ് വാക്സിൻ വികസിപ്പിച്ച ലൂയി പാസ്റ്ററിന്റെ ചരമദിനമാണ് ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നത്. പേവിഷബാധ പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗം മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുകയാണെന്ന് കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നായകളുമായിട്ട് നിരന്തര സമ്പർക്കമുള്ളവർക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കാൻ പറ്റും. അതായത് അതിൽ ഒരു 3 ഡോസാണ് വേണ്ടത്. ആദ്യത്തെ ദിവസവും 7ാമത്തെ ദിവസവും 21 അല്ലെങ്കിൽ 28ാമത്തെ ദിവസവും നായകടി ഏറ്റാൽ ഉടനെ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഒരു 20 മിനിറ്റോളം തുടർച്ചയായി ആ നായയുടെ ഉമിനീര് ആ കടിയേറ്റ ഭാഗത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തി വാക്സിനോ ഇമ്യൂണോഗ്ലോബുലിനോ എടുക്കുകയും വേണം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം. കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. GST പരിഷ്കാരങ്ങൾ സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നു. AC, ഡിഷ് വാഷർ, വലിയ LCD, LED ടിവികൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ GST നിരക്കുകൾ 28-ൽ നിന്ന് 18% കുറച്ചത്. കേരളത്തിൽ ബാർ ഹോട്ടലുകളിൽ GST വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. ഓപ്പറേഷൻ ട്രാൻസിംഗ് പോണി എന്ന പേരിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി 45 ബാർ ഹോട്ടലുകളിൽ 127.46 കോടിയുടെ വിറ്റുവരവ് വെട്ടിപ്പും 12 കോടിയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ പരീക്ഷാ സമയങ്ങളിലെ ജപ്തി നടപടികളിൽ നിന്ന് ബാങ്കുകൾ വിട്ടുനിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടപ്പള്ളിയിൽ കേരള ബാങ്ക് സംഘടിപ്പിച്ച IT കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം നൽകരുതെന്നും സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പെരുമാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീശക്തിയുടെ ആഘോഷം കൂടിയാണ് നവരാത്രിയെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടിന്റെ ശുചിത്വം കൂട്ടായ ഉത്തരവാദിത്തമെന്നും പ്രധാനമന്ത്രി. ഉത്സവ ആഘോഷവേളകളിൽ തദ്ദേശീയ ഉത്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് ഖാദിയുടെ പ്രചാരം വർദ്ധിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക രാജ് ഹംസിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.